2014 മോദി വരുന്നത്. 2014 മുതലുള്ള 10 വർഷക്കാലത്തെ വിശദീകരണമാണ് ഈ ബജറ്റിൻ്റെ ഒരു അന്തസത്ത എന്ന് പറയുന്നത്. താങ്കൾ ഈ പറഞ്ഞ പോലെ 2047 രാജ്യത്തെ വികസിത രാജ്യമാക്കുമെന്ന് 2047 ഉള്ളിലാകും എന്ന് ഈ ബജറ്റിൻ്റെ പശ്ചാത്തലത്തിൽ പറയുന്നു. പ്രധാനമന്ത്രി ഇത് എൻഡോഴ്സ് ചെയ്യുന്നു. പക്ഷേ 2011 തന്നെ രാജ്യത്തെ ലോകത്തെ മൂന്നാമത്തെ സമ്പദ്ഘടനയായി രാജ്യം മാറിയ ഒരു സാഹചര്യം GDP വളർച്ചയുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഉണ്ടായിരുന്നു എന്നൊരു വിവരം അറിയാം, കേട്ടിട്ടുണ്ട്. ശരിയാണോ? ശരത്തെ എത്ര വയസ്സായി കേട്ടെ? ഏതാണ്ട് 50 എത്രങ്കിലും ആവട്ടെ. അതെ, അത് 50 ആയിട്ടുണ്ട്. 50 ശരത്തെ ഒന്നും ചെയ്തില്ലെങ്കിലും 10 വർഷം കഴിയുമ്പോൾ 60 വയസ്സാവും, 70 വയസ്സാവും. ഇന്ത്യ 140 കോടി ജനങ്ങളുള്ളൊരു രാജ്യമാണെന്ന് അതിങ്ങനെ വളർന്നുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ സാധാരണ ഇപ്പോൾ വളരുന്ന പോലെ വളർന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വലിപ്പം കൊണ്ട് തന്നെ ഈ ഇംഗ്ലണ്ട്, ജർമ്മനി, ജപ്പാൻ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളേ ഉള്ളൂ. ആ രാജ്യങ്ങളൊക്കെ വലുതാവുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. പ്രശ്നം അതല്ല കേട്ടോ. അവിടെ എത്തുമ്പോഴേ ഈ നാട്ടിലെ ജനങ്ങളുടെ സ്ഥിതി എന്താ? 142 സ്ഥാനമാണ് കേട്ടോ. 5ാം സ്ഥാനത്തുള്ള ഇന്ത്യക്ക് പ്രതിശീർഷ വരുമാനം എടുത്താൽ 142. ഏത് ഇൻഡെക്സിൽ മാനവ വികസന സൂചിക, ദാരിദ്ര്യത്തിൻ്റെ സൂചിക, പട്ടിണിയുടെ സൂചിക, സുസ്ഥിരതയുടെ സൂചിക, ഇന്ത്യ നമ്മുടെ തൊട്ടടുത്തുള്ള അയൽവക്ക രാജ്യങ്ങളൊക്കെ പുറകിലാണ്. അപ്പോൾ ഈ മൊത്തം വരുമാനം ആ ലെവലിലെത്തിയാലും ഇന്ത്യ ഈ 3ാം സ്ഥാനത്തെത്തുമ്പോഴേ ലോവർ മിഡിൽ ഇൻകം കൺട്രി മാത്രമായിരിക്കും ജനങ്ങളുടെ ജീവ നിലവാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ അതുകൊണ്ട് 47 എത്തണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഈ നയം മാറ്റണം. ജനങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണമെന്ന്. അതിപ്പോൾ മോഡിയുടെ മാത്രം കുഴപ്പമില്ല. തുടക്കം മുതൽ ഈ കൊറിയയുടെയൊക്കെ വളർച്ചയുടെ അടിസ്ഥാനം, കേരളത്തിൻ്റെ വളർച്ചയുടെ അടിസ്ഥാനം എല്ലാവർക്കും വിദ്യാഭ്യാസ ആരോഗ്യം കൊടുക്കുക. ഈ നയങ്ങൾ ആകെ മാറ്റണം. എങ്കിൽ നമ്മൾ ഇന്ത്യ എത്തൂലെന്നല്ല, ഇന്ത്യ എത്താം. പക്ഷേ ഈ നയങ്ങളിൽ മാറ്റം വരുത്തണം. ഇന്ത്യ എത്തുകയും വേണം.